നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിൽ പങ്കുള്ള ഓരോരുത്തരും സ്വന്തം മരണ വാറണ്ടിൽ ഒപ്പുവെച്ച് കഴിഞ്ഞുവന്ന ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിൻ്റെ തലവൻ ഡേവിഡ് ബെർനയ ടൈംസ് ഓഫ് ഇസ്രായേലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മുൻ മൊസാദ് തലവൻ സീസമേറിൻ്റെ ശവസംസ്കാര ചടങ്ങിനിടെയായിരുന്നു ഹമാസിനുള്ള ബെർനിയയുടെ മുന്നറിയിപ്പ്. ഹമാസ് നേതാക്കളെ ഉന്മൂലനം ചെയ്യാനുള്ള ഇസ്രായേലിൻ്റെ ദൗത്യത്തിന് പൂർണ്ണ പിന്തുണ നൽകിയ ആളായിരുന്നു സമീർ. 1972 മ്യൂണിക് ഒളിമ്പിക്സിലെ 11 ഇസ്രായേലി അത്ലറ്റുകളെ കൊലപ്പെടുത്തിയവരെ ഇല്ലാതാക്കാൻ പതിറ്റാണ്ടുകൾ നീണ്ട പോരാട്ടമാണ് അദ്ദേഹം നടത്തിയത്. 50 വർഷം മുമ്പത്തെ പോലെ ഇന്നും നാം യുദ്ധത്തിൻ്റെ നടുവിലാണ്. ഗാസ അതിർത്തി താണ്ടി ആക്രമണം നടത്തിയ കൊലപാതകികളും അതിന് നിർദ്ദേശിച്ചവരും ഓർത്തുവെക്കണം, എവിടെയാണെങ്കിലും അവരെ നമ്മുടെ കൈകളിൽ കിട്ടും. സമീറിൻ്റെ ആത്മാവ് നമുക്കൊപ്പമുണ്ടാവും. തൻ്റെ മകൻ സ്വന്തം മരണ വാറണ്ടിൽ ഒപ്പുവെച്ചു എന്നത് ഒക്ടോബർ 7 ആക്രമണത്തിൽ പങ്കെടുത്ത ഓരോരുത്തരുടെയും അറബ് മാതാക്കൾ അറിയട്ടെ. ബെർനിയ പ്രസംഗത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: 1968 മുതൽ 1974 വരെ സമീർ ആയിരുന്നു മൊസാദിനെ നയിച്ചത്. 98-ാം വയസ്സിൽ ചൊവ്വാഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം. അതേസമയം ഹമാസ് തലവൻ സലാഹ് അൽ അറൂറി കൊല്ലപ്പെട്ടതിന് ദിവസങ്ങൾക്കുള്ളിലാണ് ബെർനിയയുടെ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ്. അറൂരിയുടെ കൊലപാതകത്തിൽ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേലിന് സായുധ സംഘടനയായ ഹിസ്ബുല്ല നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു.